എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴായിരിക്കും പറ്റിക്കപ്പെട്ടതെന്ന് അറിയണത്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ കൺസ്യൂമർ കോടതിയിൽ കേസായിട്ട് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാനുള്ള വസ്തുവിന്റെ വില 50 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ജില്ലാ ഉപഭോക്തൃ കോടതിയിലാണ് പരാതി കൊടുക്കേണ്ടത്. ഇനി 50 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിലാണ് ഇതിന്റെ വില വരുന്നതെങ്കിൽ സംസ്ഥാന ഉപഭോക്തൃ കോടതിയിലാണ് കൊടുക്കേണ്ടത്. 2 കോടിക്ക് മേലുള്ള എല്ലാ കേസും പരിഗണിക്കുന്നത് കേന്ദ്ര ഉപഭോക്തൃ കോടതികളാണ്. അപ്പോൾ നമ്മൾ കേസ് കൊടുക്കാനൊക്കെ തീരുമാനിച്ചു. കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എത്ര രൂപയാണ് നമ്മൾ അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയോ? 5 ലക്ഷം രൂപ വരെ വിലയുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് പരാതി ഉന്നയിക്കാനുള്ളതെങ്കിൽ നിങ്ങൾക്ക് അതിന് ഫീസ് ഒന്നും കൊടുക്കേണ്ടതില്ല. 5 മുതൽ 10 ലക്ഷം വരെയാണെങ്കിൽ 200 രൂപയും 10 മുതൽ 20 ലക്ഷം വരെയാണെങ്കിൽ 400 രൂപയാണ് ഫീസ്. 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെയാണെങ്കിൽ 1000 രൂപയാണ് ഫീസ് വരുന്നത്. എന്നാൽ 10 കോടി രൂപയ്ക്ക് മേലെയുള്ള സാധനങ്ങൾക്കാണ് നിങ്ങൾക്ക് പരാതി കൊടുക്കാനുള്ളതെങ്കിൽ 7500 രൂപയാണ് ഫീസ് വരുന്നത്. ഈ പറഞ്ഞ 7500 രൂപയാണ് പരാതി കൊടുക്കുമ്പോൾ വരുന്ന ഏറ്റവും ഉയർന്ന ഫീസ്. ബാക്കിയുള്ള 50 ലക്ഷത്തിനും 10 കോടിക്കും ഇടയിലുള്ള കാര്യത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അത് മാത്രമല്ല, നിങ്ങൾ പരാതി കൊടുത്ത് നിങ്ങൾ അതിൽ തൃപ്തനല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ പോകാനുള്ള അവസരമുണ്ട്. ജില്ലാ കോടതിയിൽ നിന്നാണ് നിങ്ങൾ അപ്പീൽ പോകണമെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം. പക്ഷേ സംസ്ഥാന ഉപഭോക്തൃ കോടതിയിൽ നിന്നും കേന്ദ്ര ഉപഭോക്തൃ കോടതിയിൽ നിന്നും വെറും 30 ദിവസത്തെ അപ്പീൽ സമയം മാത്രമേ ഉള്ളൂ. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നീതി കിട്ടാൻ വേണ്ടി ഈ പറഞ്ഞ സമയപരിധികൾക്കൊക്കെ നല്ല പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എന്തായാലും ചോദിക്കണം. നിങ്ങളുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ കൂടുതൽ അറിയാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു.